എൻ്റെ ഈ തലയുടെ 2 സൈഡ് ഷേവ് ചെയ്തിട്ടൊരു കഷണ്ടിയൊക്കെ ഉള്ളൊരു രൂപത്തിലാണ് ആ ക്യാരക്ടർ ഉള്ളത്. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് എടാ ആസിഫ് അലിനെ വിഗില്ലാണ്ട് കണ്ടു. മലയാളത്തിന്റെ അല്ലു അർജുനാണ്. ഞാൻ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ ആര്യ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഉള്ള ഇന്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് നോക്കുമ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുന്ന ആ പരുവത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ തഗ്ഗല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഈ അദ്ദേഹത്തിന്റെ വളർച്ച ഞാൻ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. പല സമയത്തും ആക്ഷനും കട്ടും പറയും അല്ലെ മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്കൊരു അല്ലു അർജുന്റെ പ്രസൻസ് എപ്പോഴും ലൊക്കേഷനിൽ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നന്നായിട്ട് നറേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും, അത് ഞാൻ ചെയ്ത് കുളമാകാറുണ്ട്. ഞാൻ ഈ തലവന്റെ ഇന്റർവ്യൂസിൽ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇയാളുടെ സിനിമ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് അതുകൊണ്ടാണ്. എല്ലാ സിനിമയും ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു മോശം സിനിമയാണെങ്കിൽ അത് കാണില്ല, ആ സിനിമ വർക്ക് ആവില്ല. അതിനകത്ത് നമ്മൾ ഇനി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താലും എത്ര ആളെ കയറ്റി എന്ന് പറഞ്ഞാലും ആ സിനിമയ്ക്ക് ഇവിടെ സ്പേസ് ഇല്ല. ആസിഫിന് ഇപ്പോഴും ഒരു കുട്ടിത്തം ഉണ്ട് കേട്ടോ, അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഞാൻ ഏറ്റവും തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. ഞാനും അർജുൻ അശോകനും ബാലു വർഗീസും ഗണുവും എന്നെ ഒരു ചേട്ടനായിട്ടാണോ കാണുന്നതൊക്കെ ഇവരോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ 4 പേരും സുഹൃത്തുക്കളായിട്ടാണ് പല സമയത്തും എപ്പോഴും ഞങ്ങൾ ഇപ്പൊ ഞാനും ബാലും അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചാനെ മച്ചാനെ എന്നാണ് വിളിക്കുന്നത്. ആസിഫ് അലി, ജിസ് ജോയ്, അരുൺ നാരായൺ, ഹായ്. വർഷങ്ങൾക്ക് ശേഷവും മാരിവില്യൻ ഗോപുരങ്ങൾ രണ്ടിലും ഉണ്ടായിരുന്നു. പടങ്ങളിലെല്ലാം അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ റോളാണെങ്കിലും ആസിഫ് അത് മാറ്റിവെക്കാതെ അഭിനയിക്കുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നാറുണ്ട് പലപ്പോഴും. ഗസ്റ്റ് റോൾസ് തീർച്ചയായിട്ടും സൗഹൃദങ്ങളുടെ പുറത്ത് സംഭവിക്കുന്നതാണ്. ചില സുഹൃത്തുക്കള് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല എന്ന് പറയില്ല. ഇപ്പം തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം വിനീതുമായിട്ടുള്ള ഒരുപാട് നാളത്തെ ബന്ധമാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ വിശാഖുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. പിന്നെ അതൊരു നല്ല സിനിമയുമാണ്. എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് സിനിമയിൽ വന്നതിന് ശേഷം ദൈവം സഹായിച്ച അത്രയും വലിയൊരു ഗ്യാപ്പ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ കുറേ ദിവസം ഇരിക്കുകയും ഇവരെന്നെ കാണാൻ വരികയും ചെയ്ത് എൻ്റെ ഇരിപ്പും എൻ്റെ ഒരു മെന്റൽ സ്റ്റേജും ഒക്കെ കണ്ടപ്പോൾ എന്നെ നിർബന്ധിച്ച് ലൊക്കേഷനിലേക്ക് പോവുകയും ആ പോക്കിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുകയും ചെയ്തതാണ്. എൻ്റെ 2ാമത്തെ സിനിമയുടെ നിർമ്മാതാവാണ് സിയാദ് കോക്കർ. മലയാള സിനിമയുടെ പാരമ്പര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്ന പേരുകളിലൊന്നാണ് സിയാദ് കോക്കർ. അപ്പൊ അദ്ദേഹം ഒരു ആവശ്യം അറിയിച്ചപ്പോൾ അതിനോട് നോ പറയാനുള്ളൊരു മനസ്സെനിക്കില്ല. അങ്ങനെ വേണം, അതൊരു സ്പേസ് ആണ്. ജിസ് ഈ മനുഷ്യനെ വിടാറായിട്ടില്ല, എല്ലാ സിനിമയിലും പിടിച്ചിടും. ഈ പ്രാവശ്യം ബിജു മേനോനും കൂടെ കൂട്ടിയല്ലോ. അപ്പൊ അനുരാഗക്കരിക്കൻ വെള്ളത്തിൽ ഇവർ രണ്ടുപേരും വന്നത് വേറെ സോഫ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പൊ ഇത് ലുക്കൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തായാലും ബിജു മേനോന്റെ ഒരു വേറെ വേർഷൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹൈ എനർജി വേർഷൻ. വളരെ അങ്ങനത്തെ ഒരു രണ്ടുപേരും വളരെ സീരിയസ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ 2 ഹീറോസ് വരുമ്പോഴേ രണ്ടുപേരെയും ഒരുപോലെ അവസാനം വരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണം. തിരക്കഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കൊണ്ടുപോകണമല്ലോ. പിന്നെ ആസിഫും ബിജുവേട്ടനായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബിജുവേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആസിഫിലൂടെ ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടിയതിലും അങ്ങനെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഈ പറയുന്നത്. നിങ്ങൾ 3 പേരും അത്യാവശ്യം കണക്റ്റഡ് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൊഡ്യൂസറിന് അത്യാവശ്യം ഉപയോഗിക്കാം നമുക്കല്ലേ? പിന്നെ പ്രൊഡ്യൂസറാണല്ലോ ഉപയോഗിക്കുന്നത്, സൗഹൃദം കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ആസിഫുമായിട്ട് കുറേ പടങ്ങളായല്ലോ. ഇപ്പോൾ ഇന്നലെ വരെയാണ് അവസാനം സിനിമ എന്ന് പറയുന്നത്. ഈ ആസിഫുമായിട്ട് സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു കംഫർട്ട്നെസ് എന്താണ്? അത് സൗഹൃദത്തിനപ്പുറത്തേക്ക് എന്താണ് ആസിഫ്? സൗഹൃദത്തിനപ്പുറത്ത് എന്താണ് ആസിഫ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആസിഫിനെ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ഋതു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ്, ശ്യാം സാറിന്റെ സിനിമ കണ്ടിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ സിനിമയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ആസിഫിന്റെ ലുക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്ന എല്ലാം അതിപ്പോഴും മറന്നിട്ടില്ല. നമ്മൾ അന്നൊന്നും നമ്മൾ പിന്നീട് സുഹൃത്തുക്കളാവുന്നു, ഒരുമിച്ച് സിനിമ ചെയ്യുന്നു ഒന്നും മനസ്സിലാക്കിക്കൊണ്ടല്ലോ. ഒരാൾ വളരെ നന്നായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗഹൃദത്തിനപ്പുറം ആസിഫ് എന്താണെന്ന് വെച്ചാൽ ആസിഫ് ഈ പറയുന്ന പോലെ ഓരോ സിനിമ കഴിയുമ്പോഴും റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. നമ്മൾ പ്രത്യേകിച്ച് ആസിഫ് കൂടെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ നമ്മൾ റോഷാക്കലാണെങ്കിലും കെട്ടിയോളാണ് മാലാഖയാണെങ്കിലും ഇങ്ങനെ കുറേ മൈൽ സ്റ്റോൺസ് ആസിഫിന് ദൈവകൃപ എല്ലാ വർഷവും സിനിമകൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ പടങ്ങൾ ഹിറ്റാവുന്നുണ്ട്. ഇപ്പോൾ കൂമൻ പോലത്തെ ഒരു ജിത്തു ജോസഫിനെ പോലത്തെ ഒരു ഡയറക്ടറുടെ പടം അങ്ങനെ
അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ആസിഫിന്. ഹിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, നല്ല പാട്ടുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമേ ഇല്ല, കാരണം അത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. പിന്നെ ഓരോ പുതിയ ക്യാരക്ടർ, എൻ്റെ സിനിമയിലെ കാർത്തിക് എന്ന് പറഞ്ഞ കഥാപാത്രം എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താണോ നമ്മളത് കൺസീവ് ചെയ്തപ്പോൾ ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ മുകളിൽ തന്നെയാണ് അത് ആസിഫ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആസിഫ്, കുറ്റവും ശിക്ഷയാണ് നമ്മൾ പോലീസ് കഥ, അവസാനത്തെ പോലീസ് കഥ. പക്ഷെ ആ സിനിമയിൽ നമ്മളെടുത്ത അപ്രോച്ചും അതിനുശേഷം വന്നൊരു കമേഴ്സ്യൽ സക്സസ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് വിജയിച്ച പടമാണ്. ചില സമവാക്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ചില സമവാക്യങ്ങൾ ഒഴിവാക്കി ചെയ്തു. ഈ ഒഴിവാക്കുന്ന സമയത്ത് രാജീവ് രവി പോലൊരു ഡയറക്ടറാണ്, നമ്മൾ അങ്ങോട്ട് അധികം സജഷൻസ് അങ്ങനെ പറയേണ്ട ഒരു സ്പേസ് ഇല്ല. പക്ഷെ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഈ തരത്തിലുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു, ഈ പടം കമേഴ്സ്യലി സക്സസ് ആവില്ല എന്നൊക്കെയുള്ള. ഇപ്പം നമ്മൾ പല സിനിമകൾ എടുക്കുമ്പോഴും കഥകൾ സിമിലർ ആയിരിക്കും, അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി വരുന്നത്. അപ്പം കണ്ണൂർ സ്ക്വാഡിന്റെ കഥയായിട്ട് ഒരുപാട് സിമിലർ ആണ്. അഗെയിൻ തീരൻ അതേ കഥ തന്നെയായിരുന്നു. പക്ഷെ രാജീവേട്ടൻ്റെ ഒരു അപ്രോച്ച് ആ സിനിമയോടുള്ളത്, അല്ലെ അദ്ദേഹം ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് സിനിമാറ്റിക് ഇക്വേഷൻസ് ആ സിനിമയ്ക്ക് കുറവായിരുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് ഈ കൈയടി കിട്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് വേണമെങ്കിൽ ആ സിനിമയ്ക്ക് ചെയ്യാം, പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച സിനിമയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ സജഷൻസ് പറയാനുള്ളൊരു സ്പേസ് ഇല്ല എന്നൊരിക്കലും കരുതരുതല്ലോ. രാജീവേട്ടൻ്റെ സിനിമകൾക്ക് നമുക്ക് ശരിക്കും ഒരു ഗ്രൂപ്പ് എഫേർട്ട് തന്നെയാണ്. ഇപ്പം അതിൽ ഞാൻ ഇതിനു മുന്നേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാനും അലൻസിയറുമായിട്ട് ആ ഫൈനൽ ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സീനുണ്ട്, ഞാൻ എൻ്റെ പാസ്റ്റ് പറയുന്നത്. ആ സീൻ ശരിക്കും എന്നെ കൊണ്ടാണ് അദ്ദേഹം ഡയലോഗ്സ് എഴുതിച്ചത്. ഞാനും അലൻസിയറും പറയുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ ഡയലോഗ്സും ഞങ്ങൾ തന്നെയാണ് ഒരു 90% ഡയലോഗ്സ് എഴുതിയത്. അപ്പൊ അത്രയും ഇൻവോൾവ്മെന്റ് ആ ഒരു സീനിൽ, അത്രയും ഇൻവോൾവ്മെന്റ് ഞങ്ങൾക്ക് ആ സിനിമയിൽ അദ്ദേഹം വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും അദ്ദേഹം സ്പേസസ് തരാറുണ്ട്. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ രീതിയാണ് ഓരോ സിനിമകൾ വരുന്നത്. അപ്പൊ അതിനുശേഷം കൂമൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ക കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തത് കൂമനിലായിരുന്നു. ഇതിലേക്ക് വരുമ്പം ഇപ്പം ബീച്ചേട്ടനെയും എന്നെയും വെച്ചിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അയ്യപ്പനും കോശിയുമാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, അതെ, ആ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത്. ഇതിലൊരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്നതും അയ്യപ്പനും കോശിയായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ് രണ്ട് ഹീറോസ് വരുന്നത്. പക്ഷെ കമേഴ്സ്യൽ സക്സസ് ബാധ്യതയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ജിസ് ജോയ്. അപ്പൊ തീർച്ചയായിട്ടും ഡ്രാമാസ് ഒരുപാട് ഡ്രാമാസ് അല്ല, ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റ്സും ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവസാനം തെളിയിക്കുന്ന അതിലുള്ള സസ്പെൻസ് ഫാക്ടറിനേക്കാളും ആ റൂട്ട് ഉണ്ടല്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ, അത് എക്സൈറ്റിംഗ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും പുതുമ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ആവശ്യം. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ക്യാച്ച്. പ്രൊഡ്യൂസർ, ഇതിനകത്ത് ഈ മനുഷ്യൻ സക്സസ് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പേരുണ്ടാക്കിയ ആളാണ്. അപ്പൊ അതിന്റെ ചില ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, പടം വിജയിക്കും എന്നൊരു ധാരണ ഉണ്ടാവും. ഇപ്പൊ പിന്നെ നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ സിനിമ ഇറക്കാൻ പോകുന്നത്. പക്ഷെ അതും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. നമ്മളെ സിനിമ പൊട്ടിയാൽ ചീത്തപ്പേര് നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. ഈ സിനിമ കണ്ടിട്ട് എന്താണ്, ജഡ്ജ്മെന്റിലേക്ക് ടൈം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, എങ്കിലും പറഞ്ഞു. ഇല്ല, നമുക്കതറിയാം, നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഫാക്ടറും വളരെ നേരത്തെ നമുക്ക് നഷ്ടപ്പെടും. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ഫോർമാറ്റ് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ സിനിമയെ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. നമുക്കൊരു ബിസിനസ് എക്വേഷൻ എന്നതിനേക്കാൾ മുകളിൽ നമ്മൾ അത്തരത്തിലൊരു സഞ്ചാരം ഈ സിനിമയുടെ തുടക്കം മുതലുണ്ട്. അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നതിൽ പ്രത്യേകിച്ച് ഒരു ഘടകവുമില്ല. അത് ഫസ്റ്റ് ഇപ്പം ആരൊക്കെ ഇപ്പം നമുക്കിപ്പം നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേരെ സിനിമ കാണിക്കും, പലരുടെയും അഭിപ്രായം എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ പ്രേക്ഷകരെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറായി മാറില്ല. അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്ത് തന്നെയാണ് സിനിമയുടെ ജയപരാജയങ്ങൾ. പിന്നെ ജിസ് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു ബാഗേജ് അയാളുടെ പുറത്തുണ്ടോ എന്നുള്ള അതൊക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതൊന്നും ആലോചിക്കാറില്ല. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗഹൃദത്തിന്റെ പുറത്ത് ആണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലേക്കും വരുന്നത്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ആ ഫാക്ടർ ആദ്യമുണ്ട്, ബാക്കി എല്ലാം സെക്കൻഡറി ആയിട്ടാണ് ഈ സിനിമയിൽ അത് സംഭവിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളതാണ് അല്ലു അർജുൻ. അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളത്തിന്റെ അല്ലു അർജുനാണ് ജിസ് ജോയ് എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര രസമുള്ളൊരു ഫാക്ടറാണ്. ഒരുപക്ഷെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട്
ഈ ബാക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഫോണിലോ ഇട്ടോ അനുകരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തതിന്റെ അപ്പുറത്തേക്കായിരിക്കും അല്ലേ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇപ്പോഴും ഭയങ്കര രസമായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ, ഒരു സംവിധായകൻ അപ്പുറത്തേക്ക്. അല്ല, ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ. ഇപ്പൊ 1.5 വർഷം കൂടുമ്പോഴൊക്കെ അല്ലേ അല്ലുവിന്റെ ഒരു സിനിമ വരുന്നുള്ളൂ. ഇപ്പൊ പുഷ്പ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി. ഇനി അടുത്ത 2-3 ശരിക്കും നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ ട്രെയിലർ കട്ടും ഒക്കെ നടക്കുന്ന ഒരു സമയം, അതായത് ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ ഏറ്റവും തിരക്കുള്ള സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റിനെ ഫോണിൽ കിട്ടുന്നില്ല. ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ട്രെയിലർ ഡബ് ചെയ്യാൻ പോയേക്കാണ്. കാര്യം അദ്ദേഹത്തിന്റെ 6ാമത്തെ സിനിമ, അതിന്റെ തിരക്കിൽ നിൽക്കുന്നു, അതിന്റെ ഫൈനൽ മിക്സ് നിൽക്കുന്നു, അതിന്റെ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്യുന്ന ഒരു അവസരം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലുവിന്റെ സിനിമ ഡബ് ചെയ്യാൻ പോയിക്കോണ്ട്. അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ടാണ് ജിസ് അത് ചെയ്യുന്നത്. അതിനൊരു കമ്മിറ്റ്മെന്റും ഉണ്ട്. ഭയങ്കരമായിട്ടൊരു ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടൊരു കാര്യത്തിന് ഇറങ്ങുമ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോടെ സമീപിക്കുന്ന ഒരാൾ. ഇപ്പം ഈ സിനിമ നമ്മൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകിലുണ്ട്. അതിന് ഓരോ കാര്യത്തിലും ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യത്തിന് വരെ എടുക്കുന്ന ഒരു എഫേർട്ട്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ പല ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരുപാട് കാലമായിട്ട് നമ്മൾ സൗഹൃദം, പലരും വിളിച്ച് പറയും ഒരു ബർത്ത്ഡേ വിഷ് അയക്കുമോ, അല്ലു അർജുന്റെ ശബ്ദം കുട്ടികൾക്ക് മനസ്സിലായില്ലേ. ഞങ്ങളൊരു വീട്ടിൽ പോയിട്ട് ഞങ്ങളൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്ന് അവിടുത്തെ ഗൃഹനാഥനും ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി കുറേ കുട്ടികൾ ഓടി വരുന്നു, അല്ലു അർജുൻ അവരുടെ താഴത്തെ ശബ്ദം കേട്ടിട്ട് അവർ ഓടി താഴേക്ക് വരുന്ന അവസ്ഥയാണ്. അപ്പൊ അതൊരു നമുക്കും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്റെ കൺവെട്ടത്ത് ഏറ്റവും ഒരു മഹാമേരു പർവ്വതം പോലെ ഇങ്ങനെ വളർന്ന ഒരു താരം എന്ന് പറയുന്നത് അല്ലു അർജുനാണ്. കാരണം ഞാൻ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ അയാളുടെ ആര്യ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഉള്ള ഇന്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് നോക്കുമ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുന്ന ആ പരുവത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ തഗ്ഗല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഈ അദ്ദേഹത്തിന്റെ വളർച്ച ഞാൻ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിന് സ്റ്റിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സ്ക്രീൻ പ്ലേസ് എഴുതാറുണ്ട്, സിനിമ ഡയറക്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡബ് ചെയ്യാറുണ്ട്, ആഡ് ഫിലിംസ് വയ്ക്കാം. ഞാൻ എൻ്റെ ഒരു ജോലിയും മറ്റേതിനായിട്ട് കൂട്ടിക്കെട്ടാൻ സമ്മതിക്കാം. അതായത് ഈ ജോലി ആ ജോലി എഫക്ട് ചെയ്യാനായിട്ട് അത് ഞാൻ ഇതുവരെ കഴിഞ്ഞ 22 വർഷമായിട്ട് ശ്രമിക്കുന്നൊരു കാര്യമാണ്. ആ ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ ആളായിട്ടിരുന്ന് ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്തെ പാട് ഞാൻ സംവിധായകനായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് എഴുതുമ്പോൾ ഞാൻ അങ്ങോട്ട് 3 സജഷൻസ് പറയാം, ഒന്നുമില്ല. ആ ഡയറക്ടർ എന്താണോ പറയുന്നത് അതിന് പറ്റുന്ന പാട്ട് എഴുതുക, അല്ലെങ്കിൽ ഡബ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഡയറക്ടർ എന്താ പറയുന്നത് അതനുസരിച്ച് അത് ഇപ്പൊ പുഷ്പ ഡബ് ചെയ്യാൻ വേണ്ടി വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്. ഹൈദരാബാദിൽ നിന്ന് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവരെയാണ് ഒബേ ചെയ്യേണ്ടത്. അവിടെ ഞാൻ ഡയറക്ടറേ അല്ല, ഞാൻ വെറും ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ഡബിങ് ആർട്ടിസ്റ്റ് മാത്രമാണ്. അപ്പോൾ അല്ലെങ്കിൽ ആഡ് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് ആഡ് ഫിലിംസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈ പരസ്പരം ഒന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യാത്തൊരു പ്രോസസ്സ് ഞാൻ ഉള്ളിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പുള്ളിയുടെ മാനറിസം ചില ആ പടത്തിൽ കാണിക്കുന്ന മാനറിസം ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലേ. ഇത് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയി ഇതെവിടെയെങ്കിലും നമ്മുടെ കുളിക്കുമ്പോഴും എപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കില്ല. ഭയങ്കര രസം പരിപാടിയില്ല. കുളിക്കുമ്പോ എന്തായാലും ഓർക്കാൻ വഴിയില്ല. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് കണക്കൂട്ടിയതാ. കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറില്ല. എനിക്ക് ഈ അല്ലു അർജുനോട് ഭയങ്കരമായ ഒരു സൗഹൃദം തോന്നുന്നുണ്ട് പല സമയത്ത്. അതിന്റെ കാരണം ഇദ്ദേഹമാണ്. അതെ എന്റെ സുഹൃത്താണ് അല്ലു അർജുൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ശബ്ദ മാച്ചിങ് കൂടെ ആണല്ലോ. ആ സമയത്ത് കേൾക്കുന്നപ്പോ എവിടെയെങ്കിലും ഒക്കെ അത് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ അടിക്കുമല്ലേ, അല്ലു അർജുൻ അടിക്കും. എനിക്ക് ആദ്യം ജിസിന്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പല സമയത്തും ആക്ഷനും കട്ടും പറയുമ്പോൾ അല്ലെ മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു അല്ലു അർജുന്റെ പ്രസൻസ് എപ്പോഴും ലൊക്കേഷനിൽ ഫീൽ ചെയ്യുമായിരുന്നു. അല്ലു അർജുനൊക്കെ ഉണ്ട് ഈ എബ്രിഡ് ഷൈന്റെ മകൻ 1983 അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഈവൻ എന്നെ വിളിച്ചിട്ട് മോനെ ഉപദേശിക്കാൻ പറയും. അതായത് അല്ലു അർജുൻ അവൻ പറഞ്ഞ കേൾക്കാതിരിക്കുമ്പോഴൊക്കെ അച്ഛന്റെ കൂട്ടുകാരാണ് അല്ലു അർജുൻ, നിന്നെ അപ്പൊ അവന് ഇവരിഷ്ടമുള്ള ആളാണെന്ന് ഞാൻ ഉപദേശിക്കും, അവനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞേ. വലുതാകുമ്പോ ഒരു പേനാക്കത്തിയായിട്ട് വരും. അല്ലെങ്കിൽ ഈ വോയിസ് ഭയങ്കരമായിട്ട് അങ്ങനെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റില്ല. അപ്പോ പോലീസുമായിട്ടൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ അവര് നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്ത് പറയുന്നു, ചേട്ടൻ ഡയറക്ടറാണ്, ഇന്ന ആളാണ്, എവിടെ പുള്ളിയൊന്നും അടുക്കുന്ന പോലും ഇല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ജിസ് മിണ്ടാതിരിക്കുക. അപ്പൊ ജിസ് സംസാരിച്ചു പുള്ളി പെട്ടെന്ന് നിർത്തിയിട്ട്
ജിസിനെ നോക്കിയിട്ട് അല്ല അല്ലൂർ അപ്പൊ ഞങ്ങൾക്ക് ഒരു പിടിവിളി കിട്ടി. അപ്പോൾ അതിന് പിടിച്ചു. അതിന് ഞാൻ സാർ എല്ലാ പടവും അന്വേഷിച്ചിട്ട് എല്ലാ തദ്ദേശമായിട്ട് എന്ത് ചെയ്തത്. അപ്പൊ പുള്ളി ഒന്ന് മോനെ വിളിച്ചോട്ടെ അങ്ങനെ അവിടെ ഊരിയതാണ്. ബാക്കി എല്ലാം പറഞ്ഞിട്ട് ഫോൺ ചെയ്ത വണ്ടി ഓടിച്ചു പോകുമ്പോ ഫോൺ ചെയ്തതാ. അത് നേരെ കണ്ടു, അവര് കണ്ടു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിടിച്ചിരുത്തി അവര് ഇങ്ങനെ മറ്റേ ഫൈൻ അടയ്ക്കാൻ പറയുന്നു. നമ്മൾ പറയുന്നത് ഇങ്ങനെ പ്ലീസ് അറിയാം അത്യാവശ്യ കോള. നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുന്നല്ലേ, നിങ്ങൾ അയ്യപ്പനും കോശിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. അപ്പൊ നമ്മൾ പോലീസുകാർ നിങ്ങൾ സിനിമക്കാരാണെന്ന് ചിന്ത പ്രശ്നം, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞ വൺ ഡയലോഗ്. ശരിയാ, നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നില്ല ശരിയാ, നമ്മളല്ലേ റോങ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് എന്റെ കൂടെയുള്ള ഇവരെല്ലാം മറ്റേ സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതൊന്നും പുള്ളിക്ക് വിഷയമേ അല്ല. അത് കഴിഞ്ഞ് ഈ അല്ലു അർജുനിലേക്ക് എത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങ് വൈകുണ്ഠപുരം എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലു അർജുൻ മറ്റേ ടേബിളിന്റെ മുകളിൽ കയറിയിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. അത് കാണിച്ചാലേ കുട്ടി ഭക്ഷണം കഴിക്കും. നിങ്ങളെ ഞാൻ എങ്ങനെ ഫൈൻ അടയ്ക്കും? അല്ലു അർജുന് കേരളത്തിലൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന കാശ് വിഡ്രോ ചെയ്യായിരുന്നു. ഫോൺ വിളിച്ചു ഒരാള് വരുന്നുണ്ട്, ഒരു 5 കോടി രൂപ. ലിറിസിസ്റ്റ് എന്ന ജിസ്വയും ഈ അല്ലു അർജുനന്റെ ജിസ്വയും ഒരു അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അധികം ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് തലവനിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടല്ലോ, ഈ ആസിഫ് ഇടയ്ക്കൊക്കെ ഇൻഡസ്ട്രിയിൽ ഫോണൊക്കെ എടുക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ആസിഫിന്റെ ചുറ്റും സത്യത്തിൽ സൗഹൃദത്തിന്റെ ഒരു കൂട്ടമുണ്ട്. ഏത് തരത്തിലും കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തെ എങ്ങനെയാണ് ആസിഫ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? ഇപ്പോൾ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്തും ഇതൊന്നും വിടുന്നില്ല. ആസിഫ് ഇവിടെ സഞ്ചരിക്കുകയാണെങ്കിലും ഇവരൊക്കെ കൂടെ ഉണ്ടാവില്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അല്ല, അത് അതായത് ആസിഫ് വളരെ നൈസർഗികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആസിഫ് അതിന് വേണ്ടിയിട്ട് ഒരു എഫോർട്ട് എടുക്കുന്നില്ല. സത്യസന്ധമായിട്ട് ആസിഫ് ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എഫോർട്ട് എടുക്കുന്നില്ല. അത് ഇദ്ദേഹത്തിൽ അത് വളരെ, ഞാൻ കറക്റ്റ് വേർഡാണ്, അത് ബൈ ബർത്ത് ആ ഒരു ക്യാരക്ടർ ഉള്ളതാണ്. അങ്ങനെ എല്ലാവരും ചുറ്റും വേണം, സുഹൃത്തുക്കൾ വേണം. അവിടെ ഞങ്ങൾ ഒരിക്കലും ആസിഫിനെ സ്റ്റാറായിട്ട്, ഇപ്പൊ ഞാൻ ബൈസിക്കിൾ ദിവസം ചെയ്യുമ്പോൾ കഥ പറയാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന് സ്റ്റാറായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മുടെ സുഹൃത്തായതിനു ശേഷം നമുക്ക് അങ്ങനെ കാണാനേ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങനെ കണ്ടാൽ പിന്നെ ഒരു ഡയലോഗ് പോലും മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ കാണുന്ന കുറേ സുഹൃത്തുക്കള് ആസിഫിന് വന്നു ചേർന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെയാണ് ആസിഫ് ഈ പറയുന്ന, എപ്പോഴും ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ലോഹിദാസ് സാർ ഉണ്ടായിരുന്ന സമയത്ത് ആ മരിക്കുന്നതിന് മുമ്പുള്ള 3 വർഷം അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്തായി, അങ്ങനെ പറയാൻ, കാരണം എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ഉള്ളൊരു കക്ഷിയാണല്ലോ. പലപ്പോഴും ചില സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല, രാത്രിയൊക്കെ വിളിച്ചിട്ട് ഫോണിൽ ലിറ്ററലി കരഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പുള്ളിയുടെ സങ്കടം പറയുന്നതാണ്, ആരെങ്കിലും കേൾക്കാനുള്ള അത്രയും വലിയൊരാളാണ്. പക്ഷെ ഞങ്ങൾ ചക്രം എന്ന് പറഞ്ഞ സിനിമ മുതലുള്ള ഒരു സൗഹൃദമാണ്. അപ്പോൾ ലോഹി സാർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എന്താ അറിയോ, അദ്ദേഹം ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നതും അദ്ദേഹം നല്ല സിനിമകൾ ചെയ്തതും ഒക്കെ ഈ താരപരിവേഷം ഒരിക്കലും അയാൾ തലയിലേക്ക് എടുത്തിട്ടില്ല. മുടിവെട്ടാൻ ബാർബർ ഷോപ്പിലേക്ക് പോകും, ചായ പിടിക്കാൻ സാധാരണ ചായക്കടയിൽ പോകും, ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിലൊക്കെ തലയിലൊരു കെട്ടും കെട്ടി മുണ്ടും മടക്കി കുത്തി പാടത്തു കൂടെ നടക്കും. ആൾക്കാരെ കാണും, മനുഷ്യരെ കാണും. അതൊരു അതിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, തിരക്കഥാകൃത്തായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, ആ ഒരു ടച്ച് കളയരുത്, എർത്തുമായിട്ടുള്ള ആ ഒരു ടച്ച് കളയരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആസിഫിന് വളരെ നൈസർഗികമായിട്ട് ഈ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, വിട്ടുപോകും. ബൈജു എൻ നായരുടെ കാറുകളെ കുറിച്ചുള്ള പരിപാടിയുണ്ട്. ഞാൻ കാർ വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞങ്ങളെല്ലാവരും. ഒരു സ്റ്റാറിന്റെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി പങ്കെടുക്കുന്ന പരിപാടി. ആസിഫും അദ്ദേഹമായിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. അത് അതിൽ ആസിഫിന്റെ ക്യാരക്ടർ മനസ്സിലാവും നമുക്ക് എന്താണ് ആസിഫ് എന്നുള്ളത്. നേരത്തെ ജിസ് പറഞ്ഞ തന്നെ ഇപ്പം ഓരോ സിനിമകൾ കഴിയുമ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ ആസിഫ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സ്വയം. അത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഓരോ ക്യാരക്ടറിനെയും പോർട്രേറ്റ് ചെയ്യുമ്പം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് കറൻ്റ്ലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുക. അപ്പം നമ്മൾ ദന്തഗോപുരത്തിലിരുന്ന് നമ്മൾ അത്തരം സാധനം വരുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ പോകും. അപ്പം നമുക്ക് ചില ക്യാരക്ടറുകളെ ചില ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പം നമുക്ക് കണക്ട് ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്കും അതില്ല, ആ കണക്ട് ഇല്ല. അപ്പൊ പിന്നെ അവരത് ചെയ്യുമ്പം ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതില്ല എന്നുള്ളതാണ് ആസിഫിനെ എല്ലാ ക്യാരക്ടേഴ്സും
അപ്പോൾ കെട്ടിയോളാണ്ട മാലാഖ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു ആക്ടറുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കണ്ടൊരു സിനിമയാണ്. അത് അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ആസിഫിനെ പോലത്തെ ഇത്രയും 10, 12, 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. ആസിഫിന്റെ പരുവത്തിലുള്ള, ഞാൻ ആസിഫ് എന്നല്ല, ആസിഫിന്റെ പരുവത്തിലുള്ള ഏത് ആർട്ടിസ്റ്റിനും ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഈ കെട്ടിയോളാണ് മാലാഖ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ എന്ന് തോന്നിയാലും ആ സ്ലീവാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എളുപ്പമല്ല. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആസിഫ് അക്കാര്യത്തിൽ ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ ചില കാര്യത്തിലൊക്കെ സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർഡം വരുന്ന ചില ഏരിയാസൊക്കെ കൃത്യമായിട്ട് അവർ സംസാരിച്ച് പോകാറുണ്ട് ആർട്ടിസ്റ്റുകൾ. പക്ഷെ ആസിഫ് അങ്ങനെ ഒരു സാധനം എടുക്കാറില്ല. എന്ന് വെച്ചാൽ അത് സ്റ്റാർഡം ഉണ്ടോ ഇല്ലേ എന്നുള്ള അയാൾക്കങ്ങ് വിട്ടുകൊടുക്കുകയാണ്, എന്നിട്ട് ക്യാരക്ടർ ആവാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കെട്ടിയോളാൻ്റെ മാലാഖ ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല, പല സിനിമകളിലും ആസിഫ് എടുക്കുക. ഇപ്പോൾ റോഷാക്കിൽ അങ്ങനെ റിവീൽ ആവാതെ തന്നെ അഭിനയിക്കാനുള്ളൊരു അത് തീരുമാനം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അത് സിനിമയോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഒരേ പേടിയും ഒരേ ടെൻഷനും ഒരേ ആങ്സൈറ്റിയും തന്നെയാണ്. എനിക്ക് എല്ലാ സിനിമകളിലും ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും ഞാൻ എടുക്കുന്ന എഫേർട്ടും പ്രിപ്പറേഷനും ഒക്കെ സെയിം ആണ്. പിന്നെ കൃത്യമായ സിനിമകൾ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഒരു പ്രശ്നമാവുന്നത്. ഞാൻ ഇപ്പം ഈ വളരെ മോശമാവുന്ന സിനിമകളുടെ പോലും ഈ കോർ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഞാൻ ജഡ്ജ് ചെയ്ത പോലത്തെ ഒരു സിനിമയിലേക്ക് അത് എത്താറില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ സോർട്ട് ഔട്ട് ചെയ്യണം. വിജയ് സൂപ്പറും പൗർണമിയും സൺഡേ ഹോളിഡേ പോലുള്ള സിനിമകളൊക്കെ ഒരു നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം അതിനകത്തുണ്ടാവും. ഒരു നമുക്ക് കൂടെ ഒരു പ്രചോദനമാവുന്നത്. നമ്മൾ ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ തീരുമാനമൊക്കെ വളരെ ഒരു രസമായിട്ട് എടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നില്ലേ. അത്തരം സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആസിഫിന് ഒരു ഹൈ കിട്ടുമായിരിക്കും. അത്തരം പടങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. എനിക്ക് ഫസ്റ്റ് നറേഷനിലാണ് എൻ്റെ ഈ ഹൈ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു സിനിമയുടെ കഥ ഇപ്പം ആദ്യം എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയാം, എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കരുത്, എൻ്റെ അടുത്ത് ഒരു സിനിമ പോലെ അത് നറേറ്റ് ചെയ്യാൻ പറയാം. അതിനിപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ എടുത്താലും അത് ഫുൾ ഒരു നറേഷനാണ് എനിക്ക് കേൾക്കേണ്ടത്. ആ നറേഷനിലാണ് ഞാൻ അത് ജഡ്ജ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് പല സമയത്തും ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് കഥ പറയാൻ പറ്റുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ലൊരു സിനിമ മേക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ ഒരു ഭയങ്കര ആസ്വദിച്ച് കേൾക്കുന്ന പല സിനിമകളും അതിൻ്റെ ഒരു സിനിമാറ്റിക് പ്രോസസ്സിൽ പലപ്പോഴും അതിൻ്റെ ഈ കണ്ടന്റ് നഷ്ടപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ആ സിനിമയുടെ ഭാഗമാവാറുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് നറേറ്റ് ചെയ്തൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും, അത് ഞാൻ ചെയ്ത് കുളമാകാറുണ്ട്. അപ്പൊ അങ്ങനെ സ്വാഭാവികമാണത്. അതിന്റെ കൂട്ടത്തിലുള്ള ഈ ഹണി ബി പോലുള്ള സിനിമകൾ ഒരു വിജയ സമവാക്യമായിട്ട് വരുമ്പോൾ നമ്മൾ സെക്കൻഡും തേർഡും ഒക്കെ എടുക്കുമെങ്കിലും പക്ഷെ അതേപോലത്തെ സിനിമകൾ അധികം ആസിഫ് ആവർത്തിച്ചില്ല. അത് ഒരു നല്ല കാര്യമാണ്, അതിന് തുടർച്ചയുണ്ടായി. പക്ഷെ അത്തരം സിനിമകൾ തന്നെ ഇങ്ങനെ പിടിച്ചു പോകുന്ന ഒരു പരിപാടി പലപ്പോഴും ഉണ്ടാവാറുണ്ട് വിജയിക്കുന്ന സമയത്ത്. അത് മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനമാണോ അതേ വന്നു പോയതാണ്? എൻ്റെ തീരുമാനങ്ങളെല്ലാം സംഭവിക്കുന്നതാണ്. ഞാനായിട്ട് എൻ്റെ കരിയറിൽ ഇതുവരെ ഒരു പ്ലാനിങ് നടത്തിയിട്ടില്ല, അതെല്ലാം ആ സമയത്ത് സംഭവിച്ചു പോകുന്നത്. പിന്നെ ഈ ഹണിബി എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അതിനൊരു 3-ാം ഭാഗം എടുക്കണം എന്നുണ്ട്. അത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യണം എന്നുണ്ട്. കാര്യം എല്ലാത്തരം സിനിമകളുടെയും ഭാഗമാകുക എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അയാള് കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക. അപ്പം ആ ഒരു സമയത്ത് ചെയ്ത് ഇപ്പൊ ഞങ്ങളൊരു ബോക്സർ ജനറേഷൻ എന്ന് പറയാം. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നതും ഈ സോക്കോൾ ന്യൂ ജനറേഷൻ ലേബലിൽ സ്റ്റക്ക് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇനി എനിക്ക് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം, എനിക്ക് കൊമേഴ്ഷ്യൽ ഇടിപ്പടങ്ങൾ ചെയ്യണം, തിയേറ്റർ സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം പല സിനിമകളും ചെയ്യുന്നത്. ഇപ്പം അഗെയിൻ ടിക്കി ടാക്ക ഞാൻ ഏറ്റവും എക്സൈറ്റ്മെന്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അത് എൻ്റെ കരിയറിലെ തന്നെ വലിയൊരു സിനിമയാണ്. ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് ജോഫിൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രീസിന് ശേഷം. അതും പ്രൊഡക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റുകളുള്ള സിനിമകളിലൊന്നാണ്. ഇപ്പം തലവൻ ഞാൻ ഇത്രയും ഈ കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് കൂമൻ കഴിഞ്ഞതിന് ശേഷം ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യണം. അപ്പം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എക്സൈറ്റിങ്. ഞാനിപ്പോൾ ഒരു ത്രില്ലർ ജോണറുള്ള സിനിമകൾ അധികം ചെയ്തിട്ടില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് നാളത്തെ അങ്ങനത്തെ ഒരു ആഗ്രഹം അതിന് കൃത്യമായ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തുകയും അത് സംഭവിക്കുകയും ചെയ്തതാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്ലാനിങ് അല്ല, ഇത് സംഭവിക്കുന്നതാണ്.